ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൽപ്പറ്റയാണ്. കൽപ്പറ്റ ടൗണും അതിൻ്റെ പരിസരങ്ങളും. കൽപ്പറ്റ ടൗൺ എന്ന് പറയുന്നത് സിവിലിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയാൽ ഏകദേശം നെസ്റ്റോ കഴിഞ്ഞ് അങ്ങ് ഒരു ചെറിയൊരു പാലമുണ്ട്. അങ്ങോട്ട് ചെന്നാലും കുറേ കടകളൊക്കെ ഉണ്ട്. എന്നാലും ഏകദേശം നെസ്റ്റോ മുതൽ സിവിൽ വരെയാണ്. അപ്പോൾ ഇതാണ് ബസ് സ്റ്റാൻഡിൻ്റെ ഉൾഭാഗമാണിത്, പുതിയ ബസ് സ്റ്റാൻഡ്. അപ്പം നമ്മൾ ഏകദേശം നെസ്റ്റോൻ്റെ അവിടെ എത്തി. അവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നെസ്റ്റോൻ്റെ ഫ്രണ്ട് സൈഡാണ്. അതിൻ്റെ ഫ്രണ്ട് സൈഡ് കുറേ കാപ്പിത്തോട്ടങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. കുറച്ച് കാലം കഴിഞ്ഞാൽ അവിടെയൊക്കെ കടകളെല്ലാം വരും. അപ്പം നെസ്റ്റോൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ആണ് ബൈപ്പാസ് ഉള്ളത്. ബൈപ്പാസ് മേപ്പാടി റോഡ്, കോഴിക്കോട് റോഡ്, അങ്ങനെ മൂന്നായി തിരിയും അവിടെ. അപ്പോൾ ഏകദേശം നമ്മൾ ടൗണിലേക്ക് പോവാണ്. അപ്പോൾ ഇതുപോലത്തെ കടകളെല്ലാം ഇഷ്ടംപോലെ ഉണ്ട് അവിടെ. ഇത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങ് ലാസ്റ്റ് സൈഡുള്ള ഏരിയയാണ്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നേരെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് കല്യാൺ സിൽക്കിലുള്ളത്. പിന്നെ ഇവിടെയും നമ്മളെ സുൽത്താൻ ബത്തേരി പോലെ തന്നെ രണ്ട് കടകൾ, രണ്ട് സൈഡിലായിട്ട് നടപ്പാതയുണ്ട്. നടപ്പാതയ്ക്ക് ചുറ്റും പൂച്ചെടിയെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ അത്യാവശ്യം നല്ലൊരു തിരക്കുള്ള ടൗൺ തന്നെയാണ് കൽപ്പറ്റ. പിന്നെ കൽപ്പറ്റൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തൊരു ആവശ്യത്തിനും ടൂറിസ്റ്റിന് പരമായിട്ടും എന്ത് കാര്യങ്ങളും വയനാടിൻ്റെ കാര്യത്തിന് നമ്മൾ കൽപ്പറ്റ വരണം. അപ്പോൾ ഇതാണ് സ്മാർട്ട് ബസാറുണ്ട് അവിടെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കൽപ്പറ്റ ടൗണ്. അത്യാവശ്യം വാഹനങ്ങൾ തിരക്കെല്ലാം ഉണ്ട്. അത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ചിങ്ങോട്ട് വന്നാൽ ആണ് പടിഞ്ഞാറത്തറ റോഡ് തിരിഞ്ഞു പോവുക. പടിഞ്ഞാറത്തറ എന്തിനാണ് പോണതെന്ന് വെച്ചാൽ, ബാണാസുര സാഗർ ഡാം പടിഞ്ഞാറത്തറ വഴിയാണ് പോകേണ്ടത്. അപ്പോൾ ടൂറിസ്റ്റുകൾ അങ്ങോട്ട് വരാനാണെങ്കിൽ കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിന് കുറച്ച് അവിടെ നിന്ന് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് പോകണം. അപ്പം നമ്മൾ ഏകദേശം ടൗണെല്ലാം കഴിഞ്ഞു. നമ്മൾ കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ഗവൺമെൻറ് സ്കൂളുണ്ട്. അവിടെ കുട്ടികളെല്ലാം കളിക്കാനുണ്ട്. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ചെന്നാൽ സിവിലായി. ഒരുവിധം ടെക്സ്റ്റൈൽസും ജ്വല്ലറികളും മെയിൻ എല്ലാ കൽപ്പറ്റയിലുണ്ട്. പിന്നെ ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ
താമസിക്കാനുള്ള റിസോർട്ടുകൾ എല്ലാം കൽപ്പറ്റയിലുണ്ട്. അപ്പോൾ ഇതുതന്നെയാണ് സിവിൽ. അപ്പോൾ സിവിലിൻ്റെ അവിടെ നമ്മളന്ന് വന്ന സമയത്ത് അവിടെ മഹിളാ കോൺഗ്രസിൻ്റെ ഉപവാസം ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് ലൈക്ക് ചെയ്യൂ, ഒന്ന് കമൻറ്റ് ചെയ്യൂ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. വയനാട്ടിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ഓക്കെ, ബൈ.